ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻകം ടാക്സിൽ നിന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ടാക്സിലെ ഇൻകത്തിൻ്റെ സെക്കൻഡ് ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഫസ്റ്റ് ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം സാലറീസ് മുമ്പത്തെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. മുമ്പത്തെ ക്ലാസ്സസ് കാണാത്തവർക്കായിട്ട് ഇൻകം ടാക്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിൽ ഐക്കാർഡ്സിലും അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിൽ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ എല്ലാ ക്ലാസ്സസും അതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ഹെഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എസ്എസ്സിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അതായത് ബിൽഡിംഗ് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഔട്ടിന് കൊടുക്കുക, അതായത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എന്ത് ഇൻകം കിട്ടുന്ന റെൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആ റെൻറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇൻകംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുകയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള ഭാഗത്താണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 22 മുതൽ 27 വരെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നത്. ഇനി സെക്ഷൻ 22 പ്രകാരം ഒരു ഡെഫിനിഷനാണ് നെക്സ്റ്റ് നോക്കുന്നത്. സെക്ഷൻ 22 എന്നുള്ളത് ചാർജബിൾ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു എസ്എസ്സിക്ക് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിലാണോ വരുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വായിക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 22, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനന്റ് thereto of which the assessee is the owner and which is not used for the purpose of the assessee's business or profession is chargeable to the tax under this head. ഈ ഒരു ഡെഫിനിഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത് ഒരു പ്രോപ്പർട്ടി എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനന്റ് thereto, എന്തെങ്കിലും ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ലാൻഡ് ഉണ്ടെങ്കിൽ, ഭൂമി ഉണ്ടെങ്കിൽ അതാണ് ലാൻഡ് അപ്പർട്ടനന്റ് thereto എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഓണർഷിപ്പാണ് പറയുന്നത്. എസ്എസ്സി ആയിരിക്കണം ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ. ക്ലിയർ? ഇനി എന്താ പറയുന്നത്, എസ്എസ്സിയുടെ ഓണർഷിപ്പിലുള്ള ആ പ്രോപ്പർട്ടി എസ്എസ്സിയുടെ സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആവത്തില്ല. അത് ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ അണ്ടറിലായിരിക്കും ടാക്സബിൾ ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിക്കുക. ഈ ഒരു ഡെഫിനിഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് കിട്ടുന്ന ഇൻകംസ് ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടി എങ്ങനെയുള്ളതായിരിക്കണം, അതാണ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി. പിന്നെ ഓണർഷിപ്പ്. പിന്നെ പറയുന്നത് പ്രോപ്പർട്ടി ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരീഡ് ഓൺ ബൈ ദ എസ്എസ്സി. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താ? കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് മീൻ ചെയ്യുന്നത് എന്താ? ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അതിനൊരു വാൾ ആൻഡ് റൂഫ് ഉണ്ടായിരിക്കണം, അതാണ് ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാൻഡ് അപ്പർട്ടനന്റ് thereto, അതായത് ബിൽഡിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനോട് ചുറ്റുമായിട്ട് കുറച്ച് ഭൂമി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഭൂമി എന്താണ്? പ്രോപ്പർട്ടിയാണ്. ഇൻ കേസ് ഒരു റോഡ്, ഇവിടെ ബിൽഡിങ്ങും
ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കുറച്ച് ലാൻഡും എങ്കിലും എന്താണ് പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇത് രണ്ട് വ്യക്തികളുണ്ട്, ഓണർ ആൻഡ് ടെനൻറ്റ്. ഓണർ എന്ന് പറഞ്ഞത് ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പുള്ള വ്യക്തി. ടെനൻറ്റ് എന്ന് പറഞ്ഞത് ആർക്കാണോ ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നത് ആ വ്യക്തിനെയാണ് ടെനൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ടെനൻറ്റ് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. ഒന്നെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നോൺ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ടാക്സബിൾ ആണ്. ഇനി നോൺ റെസിഡൻഷ്യൽ പർപ്പസ്, ആ ഒരു ബിൽഡിംഗ് ഓഫീസ് യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗോഡൗൺ ആക്കിയിട്ട് സാധനങ്ങൾ സൂക്ഷിക്കാനോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആണ്. അപ്പോൾ ഉദ്ദേശം എന്തുമാവാം. റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല ആ ഒരു ബിൽഡിംഗ് ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇനി വേറൊരു കാര്യം പറയുന്നത്, നോൺ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു ബിൽഡിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ റൂഫ് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സ്റ്റേഡിയം, അപ്പോൾ സ്റ്റേഡിയം ചിലപ്പോൾ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും. അപ്പോൾ അതാണ് ലെറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന് റൂഫ് വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രോപ്പർട്ടിയിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഓണറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലീഗൽ ഓണർ അല്ലെങ്കിൽ ഡീംഡ് ഓണർ. ലീഗൽ ഓണർ എന്ന് പറയുമ്പോൾ ആരുടെ പേരിലാണോ ആ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അദ്ദേഹമായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഓണർ. ഓക്കെ. ഇനി ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട് പ്രോപ്പർട്ടി, അതായത് എന്തെങ്കിലും കേസിൽ പെട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് രണ്ട് കണ്ടീഷനുണ്ട്. ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണോ ആ റെൻ്റൽ ഇൻകം കിട്ടുന്നത് അദ്ദേഹമായിരിക്കും ടാക്സബിൾ ആയിട്ടുള്ള പേഴ്സൺ. ഇനി ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ടില്ലെങ്കിൽ കറൻറ്റ് ആ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ, അവകാശം ആർക്കാണോ ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ടാക്സബിൾ ആവുന്നത്. ഓക്കെ. ഇനി വരുന്നതാണ് ഡീംഡ് ഓണർ. ഡീംഡ് ഓണറിൽ 5 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ അതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടില്ല. അതിൻ്റെ പോയിൻ്റ് ആയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് വേണ്ടവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഡീംഡ് ഓണർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ആക്ച്വൽ ഓണർ ആയിരിക്കില്ല, പക്ഷെ ഓണറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനത്തെ ഓണേഴ്സിനെയാണ് ഡീംഡ് ഓണർ എന്ന് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് കേസ്, ഇപ്പോൾ ഒരു SSC അദ്ദേഹത്തിൻ്റെ സ്പൗൺസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, ബട്ട് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. ആ ഒരു പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെയാണ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് മിസ്റ്റർ എ ട്രാൻസ്ഫർ ചെയ്തു, മിസ്സിസ് എക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 5 lakhsൻ്റെ പ്രോപ്പർട്ടിയാണ്, പക്ഷേ അത് 1 lakhsനാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആരുടെ പേരിലായി? മിസ്സിസ് എയുടെ പേരിലായി. പക്ഷേ അപ്പോഴും ഡീംഡ് അസസി ആയിട്ട് നിൽക്കുന്നത് മിസ്റ്റർ എ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസിൽ മാരീഡ് ഡോട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല. മൈനർ ചൈൽഡ് ആയിരിക്കണം, ഒന്നെങ്കിൽ സ്പൗൺസ് അല്ലെങ്കിൽ മൈനർ ചൈൽഡ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കേസ്. ഇനി രണ്ടാമത്തത്, ദ ഹോൾഡർ ഓഫ് ആൻ ഇംപാർട്ടബിൾ എസ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി, മിസ്റ്റർ എ എന്നുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അദ്ദേഹത്തിന് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക, B1 ആൻഡ് B2. ഇദ്ദേഹത്തിൻ്റെ കാലശേഷം, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഈ 2 മക്കൾക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ അവകാശം ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആരായിരിക്കും ഡീംഡ് ഓണേഴ്സ്? ഇവരായിരിക്കും ഡീംഡ് ഓണേഴ്സ്. ആക്ച്വൽ ആ പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്? മിസ്റ്റർ എയുടെ പേരിലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ 2 മക്കളായിട്ടുള്ള B1 ആൻഡ് B2 അവരായിരിക്കും ഡീംഡ് ഓണേഴ്സ്. അതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് മെമ്പർക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാണ്. പക്ഷെ അതിൻ്റെ ഒരു കണ്ടീഷൻ വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അണ്ടർ എ ഹൗസ് ബിൽഡിംഗ് സ്കീം. ഒരു ഹൗസ് ബിൽഡിംഗ് സ്കീം പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ മെമ്പർക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെമ്പർ ആയിരിക്കും അവിടെ ഡീംഡ് ഓണറായിട്ട് മാറുക. ഓക്കെ. അപ്പോൾ ആ ഡീംഡ് ഓണർ ആയിരിക്കും അവിടെ ടാക്സബിൾ പേഴ്സൺ.
പിന്നെ വരുന്നത് ഒന്നാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 53A പ്രകാരം എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ബിക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 lakhs ആണെന്ന് വിചാരിക്കുക. പക്ഷേ അഡ്വാൻസ് ആണ് ബി പേ ചെയ്തിട്ടുള്ളൂ. 2 lakhs അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു, എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ബിയുടെ പേരിലോട്ട് ആ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജസ്റ്റ് എഗ്രിമെൻ്റ് ആണ് എഴുതിയിട്ടുള്ളൂ. അഡ്വാൻസ് കൊടുത്തപ്പോൾ ജസ്റ്റ് എഗ്രിമെൻ്റ് എഴുതി. അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് നിലനിൽക്കുന്ന കാലത്തോളം ആ ഒരു പ്രോപ്പർട്ടിയുടെ ഡീംഡ് ഓണർ ആരായിരിക്കും? മിസ്റ്റർ ബി ആയിരിക്കും ഡീംഡ് ഓണർ. ഓക്കെ, ലാസ്റ്റത്തെ കേസാണ് ലോങ് ടേം ലീസ്. അതായത് 12 വർഷത്തിനേക്കാളും കൂടുതലുള്ള ഒരു ലീസ് എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീംഡ് ഓണർ എന്ന് പറഞ്ഞത് ആർക്കാണോ ലീസിന് കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയായിരിക്കും. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ ഒരു പ്രോപ്പർട്ടി ലീസിന് മിസ്റ്റർ ബിക്ക് കൊടുത്തു. 12 years ആൻഡ് മോർ ആയിട്ടുണ്ട് അതിൻ്റെ എഗ്രിമെൻറ്റ്, ലീസ് എഗ്രിമെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബി ആയിരിക്കും ആ ഒരു പ്രോപ്പർട്ടിയുടെ ഡീംഡ് ഓണർ. ക്ലിയർ? ഇത്രയാണ് ഡീംഡ് ഓണർ ആരൊക്കെയാണെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സ്പൗൺസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ ഹോൾഡർ ഓഫ് ആൻ ഇൻപാർട്ടബിൾ എസ്റ്റേറ്റ്, മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 53A പ്രകാരം ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്പർട്ടി, ആൻഡ് ലാസ്റ്റ് വരുന്നത് ലോങ് ടേം ലീസ് എഗ്രിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. ക്ലിയർ? അപ്പോൾ ഓണർ ആരൊക്കെയാണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി തേർഡ് കണ്ടീഷനാണ് അസസിയുടെ പേരിലുള്ള ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി അസസിയുടെ സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആവില്ല. അത് വേറെ ഹെഡിലായിരിക്കും ടാക്സബിൾ ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സ്പെഷ്യൽ പോയിന്റ്സ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സബ്ലെറ്റിംഗ്. ലെറ്റ് ഔട്ട് എന്താണെന്ന് നമുക്കറിയാം. സ്വന്തമായിട്ട് ഓണർഷിപ്പിലുള്ള അസസിയുടെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് റെൻറ്റിന് കൊടുക്കുക, അതിനാണ് ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞത്. ഇനി സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. മിസ്റ്റർ എ അയാളുടെ സ്വന്തം പ്രോപ്പർട്ടി മിസ്റ്റർ ബിക്ക് ലെറ്റ് ഔട്ടിന് കൊടുത്തു. അതിൻ്റെ റെൻ്റൽ വാല്യൂ വന്നിട്ട് 5000 rupees റെൻറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇനി മിസ്റ്റർ ബി എന്ത് ചെയ്യാണ്? അതിൽ നിന്നും ഒരു ഭാഗം മിസ്റ്റർ സിക്ക് ലെറ്റ് ഔട്ടിന് കൊടുക്കുക. എത്ര രൂപയ്ക്ക് ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നത്? 7000 ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിനെയാണ് സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സബ്ലെറ്റിങ്ങിലൂടെ കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സബിൾ ആവില്ല. എന്തുകൊണ്ടാണ്? സബ്ലെറ്റിങ്ങിന് ആരാ കൊടുക്കുന്നത്? ടെനൻ്റ് ആണ് കൊടുക്കുന്നത്. മിസ്റ്റർ എ ആണ് ആക്ച്വൽ ഓണർ. ആ ആക്ച്വൽ ഓണർ മിസ്റ്റർ ബി എന്നുള്ള ഒരു ടെനൻറ്റിനാണ് സ്വന്തം വീട്, സ്വന്തം പ്രോപ്പർട്ടി ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നത്. ഈ ഒരു മിസ്റ്റർ ബി എന്നുള്ള ഈ ഒരു ടെനൻ്റാണ് വേറൊരു പേഴ്സണ് ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് സബ്ലെറ്റിംഗ്. അപ്പോൾ അവിടെ ഈ മിസ്റ്റർ ബിക്ക് ഓണർഷിപ്പ് ഇല്ല. ഓണർഷിപ്പ് ഉണ്ടെങ്കിലാണ് അത് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സബ്ലെറ്റിംഗ് വഴി കിട്ടുന്ന ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോമ്പോസിറ്റ് റെൻറ്റ്. സാധാരണ നമ്മൾ പ്രോപ്പർട്ടിയാണ് റെൻറ്റിന് കൊടുക്കുക. ഇൻ കേസ് പ്രോപ്പർട്ടി കൂടാണ്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, കൂളർ, ലിഫ്റ്റ്, വാട്ടർ പമ്പ്, അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ബിൽഡിങ്ങിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അഡീഷണൽ ആയിട്ട് ഫെസിലിറ്റീസിന് കിട്ടുന്ന റെൻറ്റിനെയാണ് കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആവുന്നത് ബിൽഡിങ്ങിന് എത്രയാണോ റെൻറ്റ് കിട്ടുന്നത് അത് മാത്രമായിരിക്കും. ക്ലിയർ? അപ്പോൾ റെൻറ്റ് ഓഫ് ദ ബിൽഡിംഗ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ റെൻറ്റ് ഓഫ് അതർ ഫെസിലിറ്റി. മറ്റ് ഫെസിലിറ്റീസിൽ നിന്നും കിട്ടുന്ന റെൻറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് റെൻറ്റ് ഓഫ് ബിൽഡിംഗ് മാത്രമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആവത്തുള്ളൂ. ആക്ച്വൽ റെൻ്റായിട്ട് ടെനൻ്റ് അസസിക്ക് എത്രയാണ് കൊടുക്കുന്നത്? റെൻറ്റ് ഓഫ് ബിൽഡിങ്ങും പിന്നെ മറ്റ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് മറ്റ് ഫെസിലിറ്റീസിൻ്റെ റെൻറ്റും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെൻറ്റിൽ നിന്ന്, ആക്ച്വൽ റെൻറ്റിൽ നിന്ന് അതർ ഫെസിലിറ്റീസിൻ്റെ റെൻറ്റ് ഡിഡക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്.
എന്ത് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഫർണിച്ചർ ആയാലും ഇപ്പം നേരത്തെ പറഞ്ഞ എന്ത് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനോടൊപ്പം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആവില്ല, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഓക്കെ, ഇനി വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ അബ്രോഡ്. അതായത് വിദേശത്ത്, ഇന്ത്യക്ക് പുറമെ എന്തെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സബിൾ ആണ്. പക്ഷെ അത് ടാക്സബിൾ ഓൺലി ഇൻ ദി കേസ് ഓഫ് റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമാണ് ടാക്സബിൾ. നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് കേസിൽ അത് ടാക്സബിൾ അല്ല. പക്ഷെ അവരുടെ കേസിൽ ടാക്സബിൾ ആവുന്ന സിറ്റുവേഷൻ വരുന്നത് എങ്ങനെയാണ്? അബ്രോഡിലാണ് ഹൗസ് പ്രോപ്പർട്ടി ഉള്ളത്, പക്ഷേ അതിൻ്റെ ഇൻകം ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ? അത് മനസ്സിലാക്കാം കേട്ടോ. ഇനി എക്സംപ്റ്റഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. ഹൗസ് പ്രോപ്പർട്ടിയിൽ ചില ഇൻകംസ് എക്സംപ്റ്റഡ് ആണ്, അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഇൻകംസ് എന്തൊക്കെയാണ്? ഇൻകം ഫ്രം ഫാം ഹൗസ്, ആനുവൽ വാല്യൂ ഓഫ് 1 പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ. അതായത് എക്സ് ഇന്ത്യൻ റൂളറിൻ്റെ ഏതെങ്കിലും ഒരു പാലസിൻ്റെ ആനുവൽ വാല്യൂ, ഒന്നിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആയിരിക്കും. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ലോക്കൽ അതോറിറ്റി, സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ വരുന്നത്? ഇൻകം ഫ്രം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അസസിയുടെ സ്വന്തം ബിസിനസ്സിനും പ്രൊഫഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി. ഇനി ഇൻകം ഫ്രം 1 സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്. ഒരു സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം നമ്മൾ താമസിക്കുന്ന, ലെറ്റ് ഔട്ടിന് കൊടുക്കാണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും കിട്ടുന്ന ഇൻകം, അതും എക്സംപ്റ്റഡ് ആണ് അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ കാൽക്കുലേഷൻസിലോട്ട് കടക്കുകയാണ്. ആനുവൽ വാല്യൂ. ഒരു അസസിയുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവൽ വാല്യൂവിൻ്റെ ബേസിലാണ്. ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി മൈറ്റ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ലെറ്റ് ഫ്രം ഇയർ ടു ഇയർ. അതായത് ഒരു വർഷത്തിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രത്തോളം ഉണ്ട്, അതാണ് ആനുവൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെൻ്റൽ വാല്യൂസ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ റെൻ്റൽ വാല്യൂസിൻ്റെ ബേസിലാണ് ഈ ചാപ്റ്ററിലെ മുഴുവൻ കാൽക്കുലേഷൻസും പോകുന്നത്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് വേണം നമ്മൾ ഈ കാൽക്കുലേഷനിലോട്ട് കിടക്കാനായിട്ട്. ക്ലിയർ? അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താ? ആനുവൽ റെൻ്റൽ വാല്യൂ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രോസ് ആനുവൽ വാല്യൂ, GAV എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് ആനുവൽ റെൻ്റൽ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? ആക്ച്വൽ റെൻ്റൽ വാല്യൂ, ARV എന്ന് പറയും. അതിൻ്റെ ഷോർട്ട് ഫോമും കൂടി മനസ്സിലാക്കി വെക്കുക. റെൻറ്റ് റിസീവ്ഡ് ബൈ ദ ഓണർ ഫ്രം ദ ടെനൻറ്റ്. ടെനൻറ്റിൽ നിന്നും ഓണർക്ക് റെൻ്റായിട്ട് ലഭിക്കുന്ന എമൗണ്ടിനെയാണ് ആക്ച്വൽ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫെയർ റെൻറ്റ്, FRV. അതായത് rent charged on the similar type of property located in the same locality. ആ സെയിം ലൊക്കാലിറ്റിയിൽ അസസി ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടിയോട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടിക്ക് ചാർജ് ചെയ്യണ റെൻ്റ് എത്രയാണോ അതിനാണ് ഫെയർ റെൻ്റൽ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, FRV. നെക്സ്റ്റ് വാല്യൂ ഇസ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഫിക്സ് ചെയ്യുന്നത് ആ ലൊക്കാലിറ്റിയിലെ മുനിസിപ്പാലിറ്റി ഫിക്സ് ചെയ്യുന്ന ആനുവൽ റെൻ്റൽ വാല്യൂ ആണ് MRV എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഓർ ഡിറ്റർമൈൻഡ് അണ്ടർ റെൻ്റ് കൺട്രോൾ ആക്ട്. റെൻ്റ് കൺട്രോൾ ആക്ട് പ്രകാരം തീരുമാനിക്കുന്ന റെൻ്റൽ വാല്യൂവിനെയാണ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടിയുടെ റീസണബിൾ ആയിട്ടുള്ള റെൻറ്റ്, നോഷണൽ ഓർ റീസണബിൾ റെൻറ്റ് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അതാണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഇനി റിയൽ റെൻ്റൽ വാല്യൂ, RRV എന്ന് പറയും. അതായത് റെൻറ്റ് ഫോർ അഡീഷണൽ ഫെസിലിറ്റി. അതായത് നമ്മൾ ബിൽഡിംഗ് കൂടാണ്ട് ടെനൻറ്റിന് അസസി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഫെസിലിറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അസസിക്ക് കിട്ടുന്ന റെൻറ്റ്,
അതിനെയാണ് റിയൽ റെൻ്റൽ വാല്യൂ. അതെന്തായാലും ആക്ച്വൽ റെൻറ്റിൽ നിന്നും ലെസ് ചെയ്ത് കളയണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ അഡീഷണൽ ഫെസിലിറ്റീസിന് കിട്ടുന്ന റെൻറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ടാക്സബിൾ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഓരോ കാൽക്കുലേഷൻസും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ റെൻ്റൽ വാല്യൂസും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് കാൽക്കുലേഷനായിട്ട് വരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ഫോർ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ടിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെൻ്റൽ വാല്യൂസ് പഠിച്ചതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ആനുവൽ റെൻ്റൽ വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ റെൻ്റൽ വാല്യൂസ് വെച്ച് കമ്പയർ ചെയ്തിട്ട്, റെൻ്റൽ വാല്യൂസ് ചിലതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? GAV കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? FRVയും MRVയും കമ്പയർ ചെയ്യുക. അതായത് ഫെയർ റെൻ്റൽ വാല്യൂ ആൻഡ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിലേതാണ് ഹയർ, ഏറ്റവും വലുത് ഏതാണോ അത് നമ്മൾ എടുക്കുക. ചിലപ്പം FRV ആയിരിക്കും വലുത്, അല്ലെങ്കിൽ MRV ആയിരിക്കും വലുത്. അപ്പോൾ അതെടുത്ത് ആ ഒരു എമൗണ്ടിന് നമ്മൾ A എന്നുള്ള ഒരു നെയിം കൊടുത്തു. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ഹയർ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള A എന്നുള്ള എമൗണ്ടും SRV സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെ ഏതാണ് ലോവർ, വിച്ച് എവർ ഇസ് ലോവർ കണ്ടുപിടിക്കുക. ഒന്നെങ്കിൽ ഈ A തന്നെ ആയിരിക്കും ലോവർ, അല്ലെങ്കിൽ SRV ആയിരിക്കും ലോവർ. അപ്പോൾ ആ ഒരു എമൗണ്ടിന് നമ്മൾ B എന്ന് പേര് കൊടുത്തു. ഈ ബിനെ നമ്മൾ ഓൾസോ നോൺ ആസ് ERV, അതായത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. എന്താണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്? റീസണബിൾ റെൻറ്റ്, ആ ഒരു പ്രോപ്പർട്ടിയുടെ റീസണബിൾ റെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹയർ ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ടും SRVയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടി, B എന്നിട്ടുള്ള എമൗണ്ട്, അതായത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കിട്ടി. ആ എമൗണ്ടും ARV, അതായത് ആക്ച്വൽ റെൻ്റൽ വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിലേതാണ് ഹയർ എന്നുള്ളത് നോക്കാം. അപ്പം നമുക്കൊരു എമൗണ്ട് കിട്ടും. ഒന്നെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ARV ആക്ച്വൽ റെൻ്റൽ വാല്യൂ ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മൾ C എന്ന് പേര് കൊടുത്തു. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി. ക്ലിയർ? അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം FRVയും MRVയും കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ഹയർ നോക്കുക, അതും SRVയും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ലോവർ നോക്കുക. അതിനെയാണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ പറയുന്നത്. ദെൻ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂയും ARVയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ നോക്കുക. അതിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു പ്രോബ്ലം നോക്കി നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതാണ് എക്സാമ്പിൾ. കമ്പ്യൂട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ. അതിൽ ഫെയർ റെൻ്റൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് 86,000, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ 84,000, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ 90,000 ആൻഡ് ആക്ച്വൽ റെൻ്റൽ വാല്യൂ 84,000. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫെയർ റെൻ്റൽ വാല്യൂ ആൻഡ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാം. ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഹയർ നോക്കാം. 86,000 ആണ് FRV, 84,000 ആണ് MRV. ഇതിൽ ഹയർ ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? ഫെയർ റെൻ്റൽ വാല്യൂ ആയിട്ടുള്ള 86,000 ആണ് ഹയർ ആയിട്ട് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഹയർ ആയിട്ട് നിൽക്കുന്ന ഫെയർ റെൻ്റൽ വാല്യൂയും സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ SRVയും തമ്മിൽ കമ്പയർ ചെയ്യാം. SRV എത്രയാണ്? 90,000. അപ്പോൾ ഇതിൽ ലോവർ ഏതാ നോക്കുക. ഇതിൽ ലോവറായിട്ട് നിൽക്കുന്നത് ഫെയർ റെൻ്റൽ വാല്യൂ 86,000. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കിട്ടി. സോ സൊല്യൂഷനിൽ എഴുതുക എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എത്രയാണ്? 86,000 റുപ്പീസ്. ഇനി എന്ത് ചെയ്യണം? ഈ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവും ആക്ച്വൽ റെൻ്റൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാം.
ആക്ച്വൽ റെൻ്റൽ വാല്യൂ എത്രയാണ്? 84,000. ഇതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? വിച്ച് എവർ ഇസ് ഹയർ. സൊല്യൂഷനിൽ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആയിട്ട് 86,000. ഇനി ക്വസ്റ്റ്യനിലെ ആക്ച്വൽ റെൻ്റൽ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? 84,000. അപ്പോൾ ഇത് തമ്മിൽ രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്താ നോക്കേണ്ടത്? വിച്ച് എവർ ഇസ് ഹയർ. ഏതാണ് ഏറ്റവും വലുത് അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഏതാണ് ഏറ്റവും വലുത്? 86,000. അതായത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ തന്നെയാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. 86,000 ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയുന്നത്. ഇനി ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫോർമാറ്റ്, കംപ്ലീറ്റ് ഫോർമാറ്റ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഈ ഒരു ക്വസ്റ്റിൽ 4 വാല്യൂസ് തന്നിട്ടുണ്ട്. ഇൻ കേസ് ചില വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കില്ല, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഫെയർ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, ദെൻ ആക്ച്വൽ റെൻ്റാണ് തന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഹയർ ഏതാ നോക്കുക, എന്നിട്ട് ആക്ച്വൽ റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്തിട്ട് ഹയർ ഏതാ നോക്കുക. ഓക്കെ, ആക്ച്വൽ റെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയറാണ് നോക്കുക. സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ലോവർ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നതായിരിക്കും. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയും എടുത്ത ക്ലാസ്സിൻ്റെ കറക്റ്റ് നോട്ട്സും കംപ്ലീറ്റ് നോട്ട്സ് PDF ആയിട്ടും അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്